ഹലോ ഗായ്സ്, അപ്പം നമ്മളിന്ന് പോകുന്നത് ഞാൻ ആഗ്രഹിച്ച് കാത്തിരുന്നൊരു സ്ഥലത്തേക്കാണ് കേട്ടോ. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ഈ ഒരു സ്ഥലത്ത് പോകണമെന്ന്. പക്ഷേ ഇവിടെ പോകുന്നൊന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പണ്ട് ടി വിയിൽ എപ്പോഴും ആഗതൻ സിനിമ വരാറുണ്ട് കേട്ടോ. കൂടുതലും വരാറ് ഏഷ്യാനെറ്റ് പ്ലസിലൊക്കെയാണ്. സാറ്റർഡേ സൺഡേക്കാണ് കൂടുതലും സിനിമ വരാറുള്ളത്. അപ്പം ഞാനും ചേച്ചിയൊക്കെ ഇങ്ങനെ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴും വിചാരിക്കും ഞാൻ, ദൈവമേ അവിടെ ഒന്ന് പോകാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന്. അങ്ങനെ ഇന്നവിടെയാണ് കേട്ടോ ഞാൻ തേനിയിലൊക്കെ ഇതേപോലെ ഒരുപാട് മുന്തിരിത്തോട്ടങ്ങളുണ്ട് കേട്ടോ. നമ്മൾ റോട്ടിലൂടെ പോകുമ്പോൾ തന്നെ കാണാൻ പറ്റും ഒരുപാട് തോട്ടങ്ങളുള്ളത്. അവിടെയൊക്കെ നമുക്ക് ഇതേപോലെ പോകാനും പറ്റും. അങ്ങനെ ഇതാ ഞങ്ങൾ എത്തിയിട്ടുള്ളത് തേനിയിലൊരു മുന്തിരിത്തോട്ടത്തിലാണ് കേട്ടോ. ഇവിടെയാണെങ്കിൽ ഒരുപാട് ടൂറിസ്റ്റുകളും വന്നിട്ടുണ്ട്. ഒന്നാമത് വെക്കേഷനും കൂടി ആയതുകൊണ്ട് അവിടെ നല്ല തിരക്കാണ്. അങ്ങനെ ഞങ്ങളിതാ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. കയറുമ്പോൾ തന്നെ നമ്മുടെ തലയിലും മുഖത്തും ഒക്കെ ഇത് തട്ടും കേട്ടോ. കുറച്ച് ഹൈറ്റുള്ളവരാണെങ്കിൽ പറയുകയും വേണ്ട. അങ്ങനെ നമ്മൾ വാങ്ങുന്ന പോലെ തന്നെയാണ് കേട്ടോ കാണാനായിട്ട്. അതിലൊരു വെള്ള പൗഡർ പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ എല്ലാവരും ഫോട്ടോ എടുക്കലൊക്കെ ആണ്. അവിടെ പല ലാംഗ്വേജിലും എഴുതി വെച്ചിട്ടുണ്ട്. മുന്തിരിത്തോട്ടത്തിലേക്ക് വരുന്നവർ മുന്തിരി പറിക്കാൻ പാടില്ല എന്നുള്ള കാര്യം. എല്ലാവരും പറിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ കാണാനൊന്നും ഉണ്ടാവില്ലല്ലോ. അവരെ കണ്ണു വെട്ടിച്ചിട്ട് പറിക്കുന്ന ചിലരും ഉണ്ട് കേട്ടോ. അത് നോക്കാൻ വേണ്ടിയിട്ട് അവരെ ആളും ഏർപ്പാടാക്കി വെച്ചിട്ടുണ്ട്. അവരിങ്ങനെ ചീത്ത പറയും കേട്ടോ നമ്മളത് പറിച്ചിട്ടുണ്ടെങ്കിൽ. അങ്ങനെ ഇതാ എല്ലാവരും ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലൊക്കെ ആണ് കേട്ടോ. തമ്പുരുവിൻ്റെയും സൈത്തേട്ടൻ്റെയൊക്കെ തല അതിൽ മുട്ടുന്നുണ്ട്. പ്രതിവേട്ടൻ്റെ വായിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ മുന്തിരിക്കൊലയുള്ളത്. പക്ഷെ നമുക്ക് നമ്മളെ കൂടെ വന്ന പലരും ഇപ്പം കാണുന്നില്ല കേട്ടോ. എല്ലാവരും ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലിൻ്റെയൊക്കെ തിരക്കിലാണ്. അങ്ങനെ ഞങ്ങളും എടുത്തു കേട്ടോ കുറച്ചധികം ഫോട്ടോസ്. അതിൻ്റെ ഇടയ്ക്ക് ഇതാ മുന്തിരീൻ്റെ ചായ കുടിക്കണേ സൈത്തേട്ടൻ. ചായ ആരോ വാങ്ങിയതാണ്. പിന്നെ നമ്മളെല്ലാവരും കൂടി ടേസ്റ്റ് ചെയ്ത് നോക്കി. കൂടാതെ തന്നെ ഇവിടുന്ന് സ്ക്വാഷും മുന്തിരിയും പിന്നെ മുന്തിരീൻ്റെ ജ്യൂസും ഒക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ വാങ്ങാം. 4 കിലോ മുന്തിരി 100 രൂപയാണ് കേട്ടോ. നമ്മളും വാങ്ങിയിട്ടുണ്ടായിരുന്നു മുന്തിരീൻ്റെ വലിയ പാക്കറ്റൊക്കെ. അങ്ങനെ ഇതാ ഞാൻ പറയുകയാണെ അവരെ വീഡിയോയും കൂടി എടുക്കുക എന്നുള്ള കാര്യം. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി എക്സൈറ്റ്മെൻറ്റ് കൂടിപ്പോയിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ് കേട്ടോ. ഇത് കണ്ടിട്ട് ഒരു രക്ഷയില്ല മക്കളെ, ഇവിടെ ഒന്ന് വരിക തന്നെ വേണം കേട്ടോ. അത്രയ്ക്ക് സൂപ്പറാണ് കാണാനായിട്ട്. പിന്നെ ഇവിടെ ഇതാ ജ്യൂസ് അടിക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ ഈ ജ്യൂസ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് ഒരു ജ്യൂസിന് 60 രൂപയാണ്. അങ്ങനെ കഴിക്കട്ടെ പറയുന്നുണ്ട് ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് വാശി പിടിച്ചിട്ട് ഞാനൊരു ഗ്ലാസ് വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ അതിൻ്റെ ടേസ്റ്റ് നോക്കുമ്പോൾ തന്നെ മദ്യമായി പോയിട്ടോ. കാരണം ഫ്രഷ് മുന്തിരി ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒരു ചവർപ്പ്. ഞാൻ ഉദ്ദേശിച്ച മുന്തിരി ജ്യൂസ് ഇങ്ങനെ ആയിരുന്നില്ല കേട്ടോ. മധുരമൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഐസ് വാട്ടർ അല്ല കേട്ടോ, സാധാ നോർമൽ വാട്ടറിലായതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച ടേസ്റ്റ് ഒന്നും അതിനുണ്ടായിരുന്നില്ല. എനിക്ക് തീരെ പിടിച്ചില്ല കേട്ടോ. പിന്നെ നമ്മളെ കൂടെ വന്ന ഫ്രണ്ട്സിനൊക്കെ ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു. എല്ലാവരും ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കിട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി പിന്നെ ഒന്ന് ചുറ്റിക്കറങ്ങി കാണാം. ആളുകൾ അധികം എത്താത്ത സ്ഥലത്തൊക്കെ നല്ല വലിയ വലിയ കൊല ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ തന്നെ കുതിര സവാരിയൊക്കെ ഉണ്ട്. പെർ ഹെഡ് 60 രൂപയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടേക്ക് ഒന്ന് കറങ്ങി കണ്ടു. കൂടാതെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ചിൽഡ്രൻസ് പാർക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.